ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്സിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നിരുന്ന സ്റ്റോക്ക് ICICI ബാങ്ക് ആയിരുന്നു. അപ്പോൾ നമുക്ക് ICICI ബാങ്കിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ICICI ബാങ്ക് നമ്മളൊരു ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ട് ലെവലും കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രെൻഡ് ലൈനും സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെല്ലാണെന്ന്. അപ്പോൾ ഒരു ICICI ബാങ്ക് സെല്ലിൽ തന്നെയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറാൻ ശ്രമിച്ചു. പക്ഷെ നമ്മുടെ ആ ഒരു സപ്പോർട്ട് പിന്നെ റെസിസ്റ്റൻസ് ആയി ആ ലെവൽ നല്ല രീതിയിൽ ആക്ട് ആയി ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും ടച്ച് ചെയ്ത് താഴേക്ക് വന്നു. പിന്നെയും ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് അത് ഫെയിലായിട്ട് താഴേക്ക് വരാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ICICI ബാങ്ക് ഇന്ന് കറക്റ്റ് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. നമ്മുടെ ലെവൽസ് റെസ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ നമ്മൾ വിചാരിച്ചൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലും നമുക്ക് ഈ ICICI ബാങ്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ICICI ബാങ്ക് ഇനി ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഈ റെസിസ്റ്റൻസ് ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ICICI ബാങ്ക്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ICICI ബാങ്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ HDFC ബാങ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം HDFC ബാങ്ക് ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഇന്ന് HDFC ബാങ്ക് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ആ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മുടെ സപ്പോർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലെവൽസ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പത്തെ ഒരു ദിവസം നമ്മുടെ ഐബുൾ ഹൗസിംഗ് ഫിനാൻസ് ഉണ്ടായിരുന്നു. ഐബുൾ ഹൗസിംഗ് ഫിനാൻസ് അന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അതിനുശേഷം നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഐബുൾ ഫിനാൻസിൽ വന്നിരുന്നത്. പക്ഷെ നല്ല രീതിയിൽ ആ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കയറി പോവാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ലെവൽസ് ജസ്റ്റ് ഒന്ന് ചാർട്ട് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം എപ്പോഴൊക്കെയാണോ ഈ ലെവൽസിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ചാൻസ് ഉണ്ടാവും എൻട്രിക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളത്തെ സ്റ്റോക്സിനെ പറ്റിയാണ്. അതിന് മുമ്പ് ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം കയറി വരുന്ന ഒരു സ്റ്റോക്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോക്സിൽ നമ്മൾ ഇതുപോലെ ട്രെൻഡ് ലൈനും സപ്പോർട്ടും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ലൈവ് മാർക്കറ്റിൽ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതായത് 5 മിനിറ്റ് ക്യാൻഡിൽ എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് കോൾ ഇന്ത്യ ആണ്. അപ്പോൾ നമ്മൾ കോൾ ഇന്ത്യ സെലക്ട് ചെയ്യാൻ കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ ഈ ഒരു കോൾ ഇന്ത്യയിൽ വോളിയം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 365.80 364.30 ആണ്. അപ്പോൾ ആ ലെവൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്തൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കൊടുക്കുന്ന ടൂൾസ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. ഈ ഒരു ഹൈയും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി ഈ ഒരു കോൾ ഇന്ത്യയിൽ അടുത്ത ദിവസം വരാൻ ചാൻസസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോൾ ഇന്ത്യ അടുത്ത ദിവസം ഈ ഒരു ലെവലിൽ തന്നെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ താഴെ വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ചാൻസസ് ആണ് നാളെ മെയിനായിട്ട് കോൾ ഇന്ത്യയിൽ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. അത് തന്നെ ഇതേപോലെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക, അതേപോലെ ഈ ഒരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിലെ ക്ലോസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. അതായത് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലാണ് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോവാം. അതല്ല നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാൻഡിലാണ് താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.